സംസ്ഥാനത്ത് ട്രഷറി തട്ടിപ്പ് തടയാൻ കർശന നടപടി സ്വീകരിച്ചെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തട്ടിപ്പ് കാണിച്ചാൽ നിക്ഷേപകരെ ബാധിക്കില്ല. ട്രഷറികളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്തെ ട്രഷറികളിൽ വ്യാജ ചെക്ക് ഉപയോഗിച്ചുള്ള തട്ടിപ്പ് തടയാൻ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തട്ടിപ്പ് തടയാൻ ട്രഷറി സോഫ്റ്റ്വെയറിൽ കാതലായ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ മറുപടി നൽകി. ട്രഷറിയിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തട്ടിപ്പ് കാണിച്ചാൽ നിക്ഷേപകരെ അത് ബാധിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ചില ട്രഷറികളിൽ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. മേൽ ട്രഷറികളിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിലും പോലീസ് വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ തലത്തിലും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അച്ചടക്ക നടപടിയും നിയമ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. സാർ, ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കുന്നതിന് ട്രഷറി സോഫ്റ്റ്വെയറിലും ട്രഷറി ഇടപാട് നടപടിക്രമങ്ങളിലും കാതലായ മാറ്റം ഇതിനോടകം വരുത്തിയിട്ടുണ്ട്. ട്രഷറി ഇടപാടും സുരക്ഷിതത്തിനും സുതാര്യതയ്ക്കുമായി കൂടുതൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിൽ വരുത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ട്രഷറികളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ ട്രഷറികളിലും പതിവ് പരിശോധനയിൽ അതീതമായി ഇൻസ്പെക്ഷൻ കർശനമാക്കുന്നുണ്ടെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെയും RBIയുടെയും നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നതിനാൽ ട്രഷറി ഇടപാടുകൾ പൂർണ്ണമായും ഓൺലൈൻ ആക്കുന്നതിന് തടസ്സമുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.